വളരെ ബുദ്ധിമുട്ടി. എവിടെ നോക്കിയാലും പോലീസ്. കബനി നദി ഒരു തീപ്പൊരി നക്സലൈറ്റിന്റെ ജീവിതകഥയായിട്ടും അക്കാലത്ത് അതിൻ്റെ പേരിൽ ആരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നത് അത്ഭുതമാണ്. സെൻസർ കത്തികളോട് ചിത്രം പടവെട്ടി മരിക്കാതിരുന്ന അത്ഭുതവും വേറെ. എന്നാൽ അതിനേക്കാളൊക്കെ അത്ഭുതം 1977 കെ കരുണാകരൻ്റെ സർക്കാർ ഏറ്റവും മികച്ച സംവിധായകനും ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കും അവാർഡ് പ്രഖ്യാപിച്ചതാണ്. കബനി നദിക്ക് അവാർഡ് ലഭിച്ചപ്പോൾ അടിയന്തരാവസ്ഥ അനുകൂലികളിൽ പലരും അധികാരികളോട് കയർക്കുകയുണ്ടായി. ചിലർ അന്നത്തെ ഭരണകൂടത്തിൻ്റെ വിശാല മനസ്സിനെ പുകഴ്ത്താൻ ഇപ്പോഴും ആ സംഭവം ആവർത്തിക്കാറുമുണ്ട്. എന്നാൽ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് കെ കരുണാകരൻ പറഞ്ഞതാണ് രസം. വിപ്ലവകാരികളെ വെടിവെച്ചു കൊല്ലുമെന്നൊരു പാഠം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണത്രേ ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത്. വേറൊരു വലിയ പ്രശ്നമുണ്ടായത് ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം INB-യിൽ നിന്ന് രണ്ടാൾക്കാർ മദ്രാസിൽ വന്നു ഈ സിനിമ വീണ്ടും കാണാനായിട്ട്. INB-യിലെ രണ്ട് ഒഫീഷ്യൽസാണ്. ദേ വാസ് സെൻഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. കാരണം പ്രൈം മിനിസ്റ്റർക്ക് കംപ്ലയിൻറ്റ് പോയിരുന്നു ഈ സിനിമയെക്കുറിച്ച്. ഇതിനകത്ത് തലയോട്ടികളുടെ മേലെ കൂടെ നായകൻ ചവിട്ടി പോകുന്ന ഒരു രംഗമുണ്ട് എന്ന് മലയാള സിനിമയിലെ അന്നത്തെ പ്രസിദ്ധ നടന്മാരെ കൂടി ചേർന്നിട്ട് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് അയച്ചു കൊടുത്തത്. അതിൻ്റെ പേരിൽ രണ്ടുപേര് ഈ സിനിമ കാണാൻ വന്നു. ഈ സിനിമ കാണാൻ വന്നപ്പം കലൈവാണ രംഗം എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് മദ്രാസിൽ സിനിമ കാണിക്കുന്നത്. അന്ന് രാത്രി ബക്കർജി നാട്ടിലേക്ക് മുങ്ങി. കാരണം ഈ രണ്ടുപേരും വന്ന് ഈ സിനിമ കണ്ടിട്ട് അവരുടെ തീരുമാനമായിരിക്കും നമ്മുടെ ബാക്കി ജീവിതം എന്നുറപ്പായി. അപ്പം നമ്മളിങ്ങനെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആ പടം കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തിറങ്ങി ഞങ്ങളെ ഗംഭീരമായിട്ട് അഭിനന്ദിച്ചു. ബ്യൂട്ടിഫുള്ളി ഡൺ ഫിലിം എന്ന് പറഞ്ഞു. അവർ മലയാളികളൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. സപ്പോസ് അവർ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിനിമയുടെ അല്ല നമ്മുടെ വിധി. കാരണം ദേ ക്യാൻ മേക്ക് ഇത് ശരിയാണ്, ഇത് എന്താ പറയുക നാഷണൽ സെന്റിമെന്റ്സിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ടു പീപ്പിൾ ബി ടേക്കൺ ഇൻ. അല്ലാതെ ഈ സിനിമയെ പറ്റി പലരും ഇങ്ങനെ എഴുതുന്നുണ്ട്, അതായത് പവിത്രനെ അറസ്റ്റ് ചെയ്തു, അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അറസ്റ്റൊന്നും സംഭവിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക്. ഈ അറസ്റ്റിൻ്റെ അടുത്തെത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായതില്ല. അന്ന് രണ്ട് INB-കാരുടെ എന്തോ നല്ല മനസ്സുകൊണ്ട് നമ്മൾ അന്ന് രക്ഷപ്പെട്ടു പോയത്.